ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യ രണ്ടാമത് ഗർഭിണിയാവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ആ വീട്ടിൽ നവ്യയും അതുപോലെ തന്നെ നയനയും അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കനകത്തിന് മുൻപിൽ ഇവർ രണ്ടും പെൺമക്കളും കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. നവ്യ ഗർഭിണിയാകുന്ന സമയത്ത് അത് അംഗീകരിക്കാനൊന്നും നമ്മുടെ അഭി ഒരുക്കമാകുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുകയാണ് കേട്ടോ. അങ്ങനെ ഇവരുടെ വിഷമങ്ങൾ മാറ്റാനും ഇവരുടെ ജീവിതം കരക്കടുപ്പിക്കാനും വേണ്ടിയിട്ട് കനകം തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ കനകം ചില കുതന്ത്രങ്ങളോട് കൂടി, അതായത് മക്കളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കണം അത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിനെ കയ്യിലെടുത്ത് കനകം കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ കനകത്തിൻ്റെ മനസ്സിൽ കുറേ പ്ലാനിങ് ഉണ്ട്. അതായത് നമ്മുടെ ആദിക്ക് നയനയോടുള്ള ആ ഒരു വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറ്റി അവരെ പരസ്പരം ഒരുമിപ്പിക്കാനും നവ്യയുടെ വയറ്റിലുള്ളത് അഭിയുടെ കുഞ്ഞ് തന്നെയാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് ജലജയ്ക്കും അഭിക്കും നല്ലൊരു 8ൻ്റെ തന്നെ പണി കൊടുക്കാനും ഒക്കെ തീരുമാനിച്ച് പല പ്ലാനിങ്ങുകളോടു കൂടിയാണ് നമ്മുടെ കനകം ഇവിടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ കനകം നമ്മുടെ ദേവിയാനീനെയും അതുപോലെ തന്നെ അഭിനെയും ഒക്കെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അമ്മേനെ, അതായത് കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് സന്തോഷത്തോടെ അമ്മയും മക്കളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ ഒരു പഴയ സ്നേഹവും ഒക്കെ കരുതലും ഒക്കെ ഇവർക്കിടയിൽ ഉണ്ടാവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പോൾ നവ്യയും എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ആ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കും. അതായത് നയനയോടുള്ള ആ ഒരു അവഗണനയൊക്കെ മാറി നയനയോട് ആ ഒരു സഹോദര സ്നേഹമൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ നവ്യ. കാരണം നവ്യയ്ക്ക് ഒരുപാട് കഷ്ടപ്പെടുന്ന നയനെ ആ ഒരു സമയത്തൊക്കെ തിരിച്ചറിയുന്നുണ്ട് നവ്യ. അങ്ങനെ നമ്മുടെ കനകമാണെങ്കിൽ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും നമ്മുടെ നവ്യയ്ക്ക് ചെറിയ കൊതിയും ഒക്കെ ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ കനകം വന്നിട്ട് ആ ഭക്ഷണം വാരി കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ നയനെ അടുത്തിരിക്കുമ്പോൾ നയനയ്ക്കും ഒരു ഉരുള വാരി കൊടുക്കുകയാണ്. അങ്ങനെ പരസ്പരം നമ്മുടെ ചോറൂട്ടുമൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ടെറസിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. ഇവർ മുറ്റത്തിരുന്നായിരിക്കും രാത്രിയിൽ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തായിരിക്കും നമ്മുടെ കനകം ഇവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം വാരി കൊടുക്കുന്നത്. അങ്ങനെ ഇത് കാണുന്ന ആദിക്ക് ഒരുപാട് സന്തോഷമാകാണ് ആ ഒരു കാഴ്ച കാണുമ്പോൾ. അതിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എല്ലാവരുടെയും കാര്യങ്ങൾ ഓടി ഓടി നടന്ന് ചെയ്യുന്നത് നയനയാണ്. പക്ഷെ അവളുടെ കാര്യങ്ങൾ ആരും തന്നെ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. അവൾ ശരിക്കും ഒരു പരിശുദ്ധ തന്നെയാണ്. അവളുടെ സന്തോഷം കണ്ടില്ലേ, അവർ പഴയ കുട്ടിക്കാലങ്ങളിലേക്ക് പോയത് കണ്ടില്ലേ, എത്ര മനോഹരമായ കാഴ്ചയാണ്. എന്തായാലും മക്കൾക്ക് അവരുടെ അമ്മമാർ തന്നെയാണ് ഏറ്റവും വലുത്. അവരുടെ ഒരു കരസ്പർശം ഏൽക്കുമ്പോഴത്തേക്കിനും അത് നമ്മളിൽ വല്ലാത്തൊരു സന്തോഷവും കുളിർമയും ഒക്കെ ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സന്തോഷമായ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെ കാണുകയാണ് ആദ്യം. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ നവ്യയോട് കനകം പറയുന്നുണ്ട്, കയ്യിലൊക്കെ കുറച്ച് മൈലാഞ്ചിയൊക്കെ ഇരുന്നൂടെ നിനക്ക് ഈ ഒരു സമയത്ത്. ആ ഒരു മൈലാഞ്ചിയൊക്കെ ഇട്ടിരിക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു, വിശേഷമൊക്കെ അറിയിച്ചതിന് ശേഷം മൈലാഞ്ചി ഇടുകയും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കഴിക്കുകയും അങ്ങനെ ഓരോരോ പരിപാടികളിൽ ഇങ്ങനെ ഏർപ്പെട്ടിരിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നവ്യയ്ക്കും ഒരു ചെറിയൊരു ആഗ്രഹമൊക്കെ തോന്നുകയാണ്, അമ്മേനെ എനിക്കും മൈലാഞ്ചി ഇട്ട് തരാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ മൈലാഞ്ചി ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അരച്ച് നമ്മുടെ നവ്യയ്ക്കും നയനയ്ക്കും ഒരുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ കനകം. അങ്ങനെ പിന്നീട് രാത്രി ഫുഡെല്ലാം എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞ് നയന റൂമിലേക്ക് ചെന്നിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ആദ്യമാണെങ്കിൽ ഓഫീസിൽ വർക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ലാബിൽ. അപ്പോൾ നമ്മുടെ നയന ഇങ്ങനെ മൈലാഞ്ചി ഇട്ടുകൊണ്ട് അവിടെ വന്നിരിക്കുകയായിരിക്കും. പക്ഷെ ആദ്യം അതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ. അപ്പോൾ നയന ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മൈലാഞ്ചി ഇട്ടതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കും, വല്ലാത്തൊരു മനുഷ്യൻ തന്നെ ഇത്, ഒന്ന് ചൊറിഞ്ഞു നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് നമ്മുടെ നയന. അങ്ങനെ അതേന്ന് ഇങ്ങനെ വിളിക്കുകയാണ്, എന്താ അതെ എനിക്ക് ദാഹിക്കുന്നെങ്കിൽ വെള്ളം കുടിക്കാതെ ഞാനിപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്താ കണ്ണില്ലേ? ലാപ്ടോപ്പ് കണ്ട് നിങ്ങളുടെ കണ്ണ് മൊത്തം പോയെന്നാണ് തോന്നുന്നത്. ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാര്യനൊന്ന് സഹായിച്ചൂടെ? ഗെയിം കളിക്കുമോ? നിനക്കെന്താ വട്ടാണോ? ഓഫീസിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഫയലുകളൊക്കെ ചെയ്ത് തീർക്കുക, ഗെയിം കളിക്കാൻ ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? അല്ല, നിനക്കിപ്പോൾ എന്താ പ്രശ്നം? നിനക്കിപ്പോൾ എന്താ വേണ്ടേ? അതെ, എനിക്ക് ഇച്ചിരി കുടിക്കാൻ വെള്ളം വേണം. വെള്ളം വേണമെങ്കിൽ പോയി എടുത്ത് കുടിക്കുക, അല്ല ഇവിടെ അല്ലേ ഇരിക്കുന്നത്?
നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ, ഇത് കണ്ടു എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടേക്കുന്നത്, അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കേണ്ടി വരുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഓ എൻ്റെ പൊന്നോ, ഓരോരുത്തർ മൈലാഞ്ചി ഇട്ടുകൊണ്ട് ഓരോരോ കൊനഷ്ട പരിപാടിയായിട്ട് ഇങ്ങനെ എത്തിക്കോളും ബാക്കിയുള്ളവരെ മെനക്കെടുത്തിക്കാൻ. അല്ലെങ്കിലും എല്ലാവരും ഇങ്ങനെ തന്നെ, ഞങ്ങൾ ചെയ്യുന്ന ജോലിയും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന സേവനവും ഒന്നും ആരും കാണുന്നില്ല, നമുക്കൊരു തുള്ളി വെള്ളം തരാൻ പറഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവർക്കും എന്ത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയൻ ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അത് കേൾക്കുമ്പോഴത്തേക്കിനും അരോചകരമായി തോന്നുകയാണ് നമ്മുടെ ആദിക്ക്. ഓ എൻ്റെ പൊന്നെ ഒന്ന് നിർത്ത്, ഇനി നീ ഒന്നും പറയണ്ട, ഞാൻ തന്നോളാം, കുറച്ച് വെള്ളത്തിൻ്റെ കേസല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേനും നയന പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ പിടിക്കാൻ, എൻ്റെ കയ്യിൽ മൈലാഞ്ചിയല്ലേ, കുറച്ച് ഒഴിച്ചതാന്ന് പറയണം. എന്നാൽ വാ തുറക്കുമെന്ന് പറയണം. അങ്ങനെ നയന ഇങ്ങനെ വാ തുറക്കുകയാണ്. പെട്ടെന്ന് ആദ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോഴത്തേക്കിനും ആദ്യക്ക് ചെറിയൊരു സ്പാർക്കൊക്കെ അവിടെ തോന്നുകയാണ്. നയനയുടെ കണ്ണിലേക്കൊക്കെ നോക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതെ വെള്ളം തരാൻ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ശില പോലെ നിന്നാൽ അങ്ങനെ വെച്ചിട്ട് വെള്ളം തരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദ്യം ഒഴിക്കുമ്പോൾ കൂടുതലായിട്ട് ഒഴിച്ചു പോവുകയാണ്. അങ്ങനെ നിലത്തോട്ടും നമ്മുടെ നയനയുടെ ദേഹത്തോട്ടും ഒക്കെ വീഴുകയാണേ. ഇതെന്താ ഈ കാണിക്കുന്നത്, വെള്ളം ഒഴിക്കാൻ പറയുമ്പോൾ ചെടിക്ക് ഒഴിക്കുന്ന പോലെയാണ് ഒഴിക്കേണ്ടത്, ഇതൊക്കെ കുറച്ച് സ്നേഹത്തോടെയും കരുതലോടെയും ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദ്യം പറയുന്നുണ്ട്, ഓ പിന്നെ നീ എല്ലാ കാര്യങ്ങളും ഇവിടെ സ്നേഹത്തോടെയും കരുതലോടെയൊക്കെയാണല്ലോ ചെയ്തു തരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തു തരുന്നത്, അതുകൊണ്ട് എൻ്റെ ഭക്ഷണത്തിന് നല്ല കൈപ്പുണ്യാണെന്ന് എല്ലാവരും പറയുന്നത്, അതങ്ങനെ 4 നേരം കഴിക്കുന്നതല്ലാതെ അതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പോലും പറയില്ലല്ലോ എന്നിട്ടാണ് വലിയ വാചകം അടിക്കുന്നത്. എൻ്റെ പൊന്ന് നിന്നോട് തർക്കിച്ച് ജയിക്കാൻ എനിക്കാവില്ല, നിന്നോട് ഒരു കാര്യം പറഞ്ഞാൽ മതി, നീ കാട് കയറി അങ്ങ് പോകും, നിനക്കെന്താ ഇത്തിരി വെള്ളം പോലെ എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കുകയാണ്. പിന്നെയും ദേഹത്തോടെ വീഴുക, എന്നിട്ട് തലയിലൊക്കെ തട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മതി എനിക്കിനി വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞു, നിങ്ങൾ ആ വെള്ളക്കുപ്പിയോടെ വെച്ച് ഞാൻ മൈലാഞ്ചി അറിയാതെ ഒന്ന് ഇട്ടുപോയി, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇട്ടതാണ്, പക്ഷേ അതിങ്ങനെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നയന അങ്ങനെ പറയാണ് കേട്ടോ. പെട്ടെന്ന് ആദ്യയുടെ വെള്ളമൊക്കെ വെച്ചിട്ട് അങ്ങനെ പോവുകയാണ്. ഇതേ സമയത്ത് നയന പെട്ടെന്ന് എണീറ്റ് അങ്ങ് നടക്കാൻ നോക്കുമ്പോൾ ആ വെള്ളത്തിൽ തെന്നി വീഴാൻ പോവുകയാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ആദിനെ ചെന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ആദിയുടെ ഷർട്ടിൽ മൊത്തം ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ ആകുകയാണ്. അങ്ങനെ ആ കെട്ടിപ്പിടിക്കുന്ന സമയത്താണ് രണ്ടുപേരും പെട്ടെന്ന് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴത്തേക്കിനും കണ്ണൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ കുറച്ചവിടെ ആ ഒരു സമയത്ത് ലവ് സോങ് ഒക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് തമിഴിൽ. നല്ല രസമായിരിക്കും ആ ഒരു സീനൊക്കെ കാണാൻ. അങ്ങനെ പരസ്പരം അവരിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് എന്താ ഇങ്ങനെ പരസ്പരം അവർ മറന്നു പോയി. അങ്ങനെ പിന്നെ മാറുകയാണ്. ഇതെന്താ ഈ കാണിച്ചത്, നോക്കി എൻ്റെ ഷർട്ട് മൊത്തം ആക്കിയല്ലോ, എനിക്ക് അമ്മയെ എൻ്റെ ആഗ്രഹത്തോടെ അത്ര ആശയോടെ മേടിച്ചെന്ന ഷർട്ടാണെന്നറിയാം, മര്യാദയ്ക്ക് ഇത് ഡ്രൈ ക്ലീൻ ചെയ്ത് തന്നോണം എന്നൊക്കെ പറഞ്ഞു. അതിനിപ്പോൾ എന്താ ഷർട്ടൊന്ന് പോയാൽ വേറെ മേടിക്കണം, അല്ലെങ്കിൽ ഇതിപ്പോൾ നല്ല ഡിസൈനല്ലേ, എൻ്റെ കൈ നിങ്ങളുടെ നെഞ്ചിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുമല്ലോ, ഇപ്പം നല്ല രസമുണ്ട് കാണാനെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ നായന. നല്ല രസമായിരിക്കും, മര്യാദയ്ക്ക് എൻ്റെ ഷർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയതുപോലെ ആക്കി തിന്നണം, എവിടെ കൊണ്ട് കൊടുത്താലും ശരി എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ ആദ്യം. ഇതേ സമയത്ത് നയനയും പറയുന്നുണ്ട്, പിന്നെ മൈലാഞ്ചിക്കറ മാറ്റുന്ന ഡ്രൈ ക്ലീൻ സെൻറ്റർ എനിക്കൊന്ന് കാണണം എന്ന് പറയാണ് കേട്ടോ നയന. അങ്ങനെ ആദ്യം അവിടെ നിന്ന് പോവുകയാണ്. അപ്പം നയന ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കയ്യിൽ നോക്കുമ്പോൾ മൈലാഞ്ചി മൊത്തം നമ്മുടെ ആദ്യത്തെ ഷർട്ടിലായതുകൊണ്ട് തന്നെ കയ്യിലെ മൈലാഞ്ചി മൊത്തം പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഒരു എപ്പിസോഡ് കഴിഞ്ഞത്. എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.